നിരക്ഷരനായ പോരാളി, പുലേ രാജ എന്ന് ഗാന്ധി വിളിച്ച നേതാവ്, ഇന്ത്യയുടെ മഹാനായ മകൻ എന്ന് ഇന്ദിരാഗാന്ധി വിളിച്ച നേതാവ്, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് E.K. നായനാർ പ്രശംസിച്ച നേതാവ്. ഇങ്ങനെ ചുരുക്കം ചില പേരുകളിൽ മാത്രം ഒതുക്കാൻ പറ്റിയ ഒരു നവോത്ഥാന നായകൻ മാത്രമല്ല അയ്യങ്കാളി. ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ ജനനം. തിരുവനന്തപുരം ജില്ലയിലുള്ള വെങ്ങാനൂരിലുള്ള പെരുംകാട്ട് വിളയിൽ പ്ലാവത്തറ വീട്ടിൽ അയ്യൻ്റെയും അമ്മ മാലയുടെയും മകനായി കാളി എന്ന പേരാണ് ചെറുപ്പകാലത്ത് ബാല്യകാല പേരെന്ന് പറഞ്ഞാൽ കാളി എന്നായിരുന്നു. കാളിയായി നമ്മുടെ അയ്യങ്കാളി ജനിക്കുന്നത്. ആ ഒരു സമയത്ത്, അതായത് സാമൂഹികമായി നമ്മുടെ ഈ കേരളത്തിൽ ആ ഒരു തിരുവനന്തപുരം ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ യാതൊരുവിധ ചലനവും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് നമ്മുടെ കാളി എന്ന് ജനിച്ചു വീഴുന്നത്. അധസ്ഥിത സമുദായമെന്ന നിലയിൽ നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ചു വരുന്ന ഒരു നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളും സാമൂഹികമായിട്ടുള്ള അനീതികളും കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അയ്യങ്കാളി. അന്ന് തന്നെ അതിന് വളരെ ഒരു മാറ്റം കൊണ്ടുവരണമെന്നൊരു നിശ്ചയദാർഢ്യം നമ്മുടെ അയ്യങ്കാളിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി പിന്നീട് വളർന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റം മുന്നിൽ കണ്ട് തന്നെയാണ്. മഹാത്മാ അയ്യങ്കാളി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് ശരിക്കും പറഞ്ഞാൽ 3 സംഭവങ്ങളാണ്. 1, വില്ലുവണ്ടി യാത്ര. 2, കല്ലുമാല ബഹിഷ്കരണ സമരം. 3, വിദ്യാലയ പ്രവേശനം. ഈ 3 സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടത്. ഈ 3 സംഭവങ്ങളും 3 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ പ്രക്ഷോഭങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഒന്നാമത്തത് നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. വില്ലുവണ്ടി യാത്ര. വില്ലുവണ്ടി യാത്ര എന്ന് പറഞ്ഞത് ശരിക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ ആദ്യത്തെ ഒരു പ്രക്ഷോഭമാണ്. രണ്ടാമത്തത് കല്ലുമാല ബഹിഷ്കരണ സമരം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുണി, അതായത് വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതിഷേധമാണ് കല്ലുമാല ബഹിഷ്കരണ സമരം. അടുത്തായി മൂന്നാമത്തത് വിദ്യാലയ പ്രവേശനം. അതായത് വിദ്യാലയ പ്രവേശന സ്വാതന്ത്ര്യം, അതായത് അധസ്ഥിത വർഗർക്ക് അല്ലെങ്കിൽ കീഴ്ജാതി അല്ലെങ്കിൽ നമ്മുടെ അന്ന് സ്കൂളിൽ അല്ലെങ്കിൽ അന്ന് കയറാൻ പറ്റില്ല എന്ന് സവർണർ സമ്മതിക്കാതിരുന്ന ജനവിഭാഗത്തിന് വിദ്യാലയത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നടത്തിയ സമരം, അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഈ മൂന്നാമത്തെ വിദ്യാലയ പ്രവേശനം. ഇനി നമുക്ക് ഇതിന് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലുവണ്ടി യാത്രയാണ്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു. നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് 1893 വർഷം 1893 അയ്യങ്കാളി തമിഴ്നാട്ടിൽ നിന്നും ഒരു മണി കെട്ടിയ ഒരു വില്ലുവണ്ടി വാങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ 1860 തന്നെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു പൊതുമരാമത്ത് വകുപ്പ് രൂപം കൊള്ളുകയും റോഡുകൾ നിർമ്മിക്കുകയും അതിനുശേഷം ആ ഒരു റോഡിലൂടെ ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാമെന്നുള്ളൊരു നിയമമെല്ലാം ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിൽ അന്ന് വന്നതാണ്. അതായത് അന്ന് കേരളത്തിൽ ആ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ 2 തരത്തിലുള്ള റോഡുകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. ഒന്ന് രാജവീതിയും ഒന്ന് ഗ്രാമീണ റോഡുകളും. ഗ്രാമീണ റോഡുകൾ അതായത് ഗ്രാമീണ വീതികൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അതിലൂടെ ആർക്കും വലിയ കുഴപ്പമില്ല. എന്നാൽ ഈ പൊതു റോഡ് അല്ലെങ്കിൽ പൊതു റോഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ രാജവീതികൾ എന്ന് പറയുന്ന ആ ഒരു പൊതു റോഡിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി അന്ന് ആർക്ക് വേണമെങ്കിലും നടക്കാനും സഞ്ചരിക്കാനുമുള്ള ബ്രിട്ടീഷ് വക നിയമം ഉണ്ടെങ്കിലും സവർണ മേധാവികൾക്ക് അത് അംഗീകരിക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. കാരണം അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ രാജവീതിയിലൂടെ സവർണർ, അന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ ഈ തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദു രാജ്യമായി കറക്റ്റായി കൃത്യമായി ഹിന്ദു രാജ്യമെന്ന് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹിന്ദു രാജ്യമായി കണക്കാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ തിരുവിതാംകൂർ രാജവംശം. ഈ രാജവംശത്തിൽ തന്നെ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മൾ മനുസ്മൃതിയിലും
മനുസ്മൃതിയും മറ്റു ഹൈന്ദവ കറക്റ്റായിട്ടുള്ള ഹൈന്ദവ ആചാരങ്ങളും ജാതീയപരമായിട്ടുള്ള ആചാരങ്ങളും കൃത്യമായി പാലിച്ച് തീണ്ടാപ്പാടകലെ മാറി നിൽക്കണം എന്നൊക്കെയുള്ള കടുത്ത അജാതീയമായിട്ടുള്ള അനീതികളും പാലിച്ചു പോകുന്ന ഒരു സ്ഥലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തിരുവിതാംകൂർ 1850 വരെ. അതായത് ഈ 1850 എന്ന് പറയുന്നത് കുറച്ച് ഏകദേശം 200-300 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാര്യമാണെന്ന് ഈ പറയുന്നത്. സാമൂഹികമായിട്ട് ഒരു ചലനവും ഇല്ലാതെ ഒരു പൊട്ടക്കിണറ്റിലെ തവള എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഒരു പുറത്തു നിന്നും യാതൊരുവിധ സംഭവിക്കാതെ നീങ്ങിപ്പോയ ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നീട് കൊളോണിയൽ അധിനിവേശത്തിന് ശേഷമാണ് അല്പമെങ്കിലും ഈ റോഡ് ഉൾപ്പെടെ വന്നതും. അതിനുശേഷമാണ് ഈ രാജവീതി ഗ്രാമീണ വീതി എന്നുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഈ പൊതുവീതി അല്ലെങ്കിൽ ആ പൊതുനിരത്തുകളിലൂടെ ജാതീയമായി, അതായത് കീഴ്ജാതി അല്ലെങ്കിൽ അധസ്ഥിതർ എന്ന് പറയുന്ന അവർക്ക് വഴി നടക്കാനോ പോയിട്ട് അതുവഴി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെട്ട ആ ഒരു സമയത്താണ് സവർണ മേധാവികളുടെ നെഞ്ചത്തേക്ക് നമ്മുടെ അയ്യങ്കാളി വില്ലുവണ്ടി ഓട്ടിച്ച് കയറ്റിയത്. അന്ന് തമിഴ്നാട്ടിൽ നിന്നും അയ്യങ്കാളി വാങ്ങിയ ആ വില്ലുവണ്ടി, അതായത് ആ മണികെട്ടി വില്ലുവണ്ടിയും കൊണ്ട് അയ്യങ്കാളി സഞ്ചരിച്ചത് ശരിക്കും പറഞ്ഞാൽ രാജവീതി, അതായത് വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ ഉള്ള രാജവീതിയിലൂടെയായിരുന്നു. യാത്രയിലുടനീളം ശരിക്കും പറഞ്ഞാൽ നായർ പ്രമാണികൾ മുന്നിലേക്ക് തടസ്സമായി എടുത്ത് ചാടുക. അതായത് ശരിക്കും പറഞ്ഞാൽ അന്നൊരു വില്ലുവണ്ടി വാങ്ങുക എന്നുള്ളത് തന്നെ, അതായത് നമ്മുടെ സാമുദായികപരമായ അന്നത്തെ ആ ഒരു സാമുദായപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ആ ചുറ്റുപാടിൽ ഒരു വില്ലുവണ്ടി, ഒരു അധസ്ഥിത ജനവിഭാഗത്തിലെ ഒരു വ്യക്തി വില്ലുവണ്ടി കൈവശം വയ്ക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. എന്നിട്ട് നടക്കാൻ, അതായത് ആ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട ആ റോഡിലൂടെ, ആ പൊതുനിരത്തിലൂടെ തന്നെ ഒരു കൂട്ടം യുവാക്കളെ കൂടെ പിന്നിലൂടെ വില്ലുവണ്ടിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു സമൂഹത്തെ വില്ലുവണ്ടിയുടെ പിന്നാലെ നടത്തിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അയ്യങ്കാളി അന്ന് ആ വില്ലുവണ്ടി യാത്ര നടത്തിയത്. ആ ഒരു നടത്തം ശരിക്കും പറഞ്ഞാൽ ആ അയ്യങ്കാളിയിലെ സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ആദ്യമായിട്ട് പ്രതികരിച്ച, അല്ലെങ്കിൽ ഈ ഒരു അനീതിക്കെതിരെ പ്രതികരിച്ച ആദ്യത്തെ ഒരു സാമൂഹിക പരിഷ്കർത്താവായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് അയ്യങ്കാളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വില്ലുവണ്ടിയുടെ പിന്നാലെയാണ് പൊതുനിരത്തുകൾ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടത് തന്നെ. അടുത്തതായി വിദ്യാലയ പ്രവേശനം. ഹരിജനങ്ങൾക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ വിദ്യ അഭ്യസിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള പ്രക്ഷോഭത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു നമ്മുടെ അയ്യങ്കാളി. അന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കിയ നമ്മുടെ അയ്യങ്കാളി 1905 ഒരു കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിക്കുകയും അതിന് പിന്നീട് അവിടെ പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു അധ്യാപകനെ തേടി വളരെയധികം അലയുകയും ചെയ്തു. അതൊക്കെ വേറൊരു കഥയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് 1905 വെങ്ങാനൂരിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുകയും പിന്നീട് അത് അന്നത്തെ ദിവസം രാത്രി അത് അവിടുത്തെ ജാതി പ്രമാണികൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നിരന്തരമായ ആക്രമണങ്ങൾ ഇതിൻ്റെ പേരിൽ നേരിടുകയും ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ആ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ അരികുവൽക്കരിക്കപ്പെട്ട ആ സമൂഹം എത്രത്തോളം ജാതീയപരമായിട്ടുള്ള പീഡനങ്ങൾ നേരിട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു തരത്തിലും അവർ വിദ്യ അഭ്യസിക്കരുത് എന്നിട്ടുള്ള സവർണ മേധാവികളുടെ ആ ഒരു ധാർഷ്ട്യമാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. ഈ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ഉദ്ധരിപ്പിക്കുവാനും അവരുടെ ഉദ്ധാരണത്തിനും അവരുടെ ഐക്യബോധം നിലനിർത്തുന്നതിനും പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് കൊണ്ടുപോകുവാനും 1907 നമ്മുടെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന പ്രസ്ഥാനം രൂപീകരിക്കുകയുമുണ്ടായി. തീർച്ചയായും ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ സംസാരിച്ച പോലെ 1903 ശ്രീനാരായണ ഗുരു തുടങ്ങി വച്ച SNDP ശ്രീനാരായണ ഗുരു ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിനെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് അയ്യങ്കാളി 1907 സാധുജന പരിപാലന സംഘം 1907 രൂപീകരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഘത്തിന് പേരിടുമ്പോൾ തന്നെ ശ്രീ അയ്യങ്കാളിയുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ യോഗം എന്നുള്ള സംസ്കൃത വാക്കുകൾ കൃത്യമായും ഉപയോഗിക്കാതിരിക്കാൻ തന്നെയാണ് ഇതിന് സാധുജന പരിപാലന സംഘം എന്ന് തന്നെ ഇട്ടത്. അതുപോലെ കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു അയ്യങ്കാളി. അയ്യൻ്റെ മകൻ കാളി, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബാല്യകാലത്ത് കാളി ആയിരുന്ന അച്ഛൻ്റെ പേരും കൂടെ ചേർത്ത് അയ്യൻ കാളിയായി പിന്നീട് മാറിയത്. പേരിൻ്റെ മുന്നിൽ മഹാത്മാ എന്ന് വിശേഷണമുള്ള ഏക കേരളത്തിലെ നവോത്ഥാന നായകനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി. ഈ 1907
സംഘടിപ്പിച്ച അല്ലെങ്കിൽ രൂപം കൊണ്ട സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തന പരിപാടിയിലെ മുഖ്യ ഇനം എന്ന് ശരിക്കും പറയുന്നത് വിദ്യാലയ പ്രവേശന സ്വാതന്ത്ര്യമായിരുന്നു. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് 1893 മാത്രം ആ വില്ലുവണ്ടി യാത്ര നടന്നതിന് ശേഷം മാത്രമാണ് അന്നത്തെ അധസ്ഥിത വർഗർക്ക് പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത്രയ്ക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ 1893 നമുക്കറിയാം. എന്നാൽ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യമോ അവർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമുണ്ടെന്നോ ഉള്ള തിരിച്ചറിവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനവിഭാഗത്തിന് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനവിഭാഗത്തിന് വിദ്യ അഭ്യസിക്കേണ്ട കാര്യമില്ലെന്ന് അന്നത്തെ അവരുടെ സവർണ്ണ മേധാവികൾക്കും അറിയാം. കാരണം വിദ്യ അഭ്യസിക്കേണ്ടതെന്നും സവർണ്ണ മേധാവിത്വത്തിൻ്റെ മാത്രം കൈവശമായിട്ടുള്ളതാണെന്നും സവർണ്ണ വിഭാഗമല്ലാത്തവർ എല്ലാവരും അവരുടെ കീഴിൽ തന്നെ ജീവിക്കണമെന്നും ഒരിക്കലും അവർക്ക് മേലിൽ ഉയർന്നു വരരുതെന്നുള്ള നിശ്ചയദാർഢ്യമാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സവർണ്ണ വിഭാഗത്തിന് ജാതീയപരമായിട്ടുള്ള കാരണങ്ങളും കൊണ്ട് അവർ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചത്. ഈ സവർണ്ണ ജനവിഭാഗത്തിൻ്റെ നെല്ലറയും പണപ്പെട്ടിയും നിറയ്ക്കുവാനായി എല്ലുമുറിയെ പണിയെടുക്കുന്ന തങ്ങളോടുള്ള ഈ അനീതിയിൽ പ്രതിഷേധിച്ചാണ് ഒന്നുകൂടെ പറയണ സവർണ്ണ ജനവിഭാഗത്തിൻ്റെ നെല്ലറയും പണപ്പെട്ടിയും നിറയ്ക്കുന്ന എല്ലുമുറിയെ പാടത്ത് പണിയെടുക്കുന്ന തങ്ങളോടുള്ള ഈ കടുത്ത അനീതിയിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമരം തന്നെ സ്വീകരിക്കാൻ അയ്യങ്കാളി തയ്യാറാവുകയാണ്. ഞങ്ങളുടെ മക്കളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന ഒരു മുദ്രാവാക്യവും ആഹ്വാനവുമായിരുന്നു അയ്യങ്കാളി പുറത്തുവിട്ടത്. അതായത് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ, അതായത് അധസ്ഥിത വർഗരെ നിങ്ങളുടെ മക്കൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെ ഞങ്ങളുടെ മക്കൾക്കും പഠിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം, അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്ന തിരിച്ചറിവിലൂടെ ആ അവകാശം നേടിയെടുക്കാനായി അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകീകൃതമായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാർഷിക പണിമുടക്ക് അന്ന് നടത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ആദ്യത്തെ ഒരു കാർഷിക പണിമുടക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആദ്യത്തെ കാർഷിക പണിമുടക്കായി ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സമരത്തെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സമരത്തിന് ശേഷം തന്നെയാണ് സ്വാഭാവികമായും ആദ്യം എതിർത്ത സവർണ്ണ വിഭാഗം ഗത്യന്തരമില്ലാതെ അവസാനം ആ ഒരു ആവശ്യത്തിന് വഴങ്ങേണ്ടി വരുന്നത്. ഈ മഹാത്മാ അയ്യങ്കാളി രൂപീകരിച്ച സാധുജന പരിപാലന സംഘം എന്നുള്ള ഈ സംഘടനയെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത്. 1907 ഈ സംഘടന രൂപീകരിച്ചതെന്ന് കൃത്യമായി പറയുന്നുണ്ടെങ്കിലും ശരിക്കും 1905 ഒരു വാദമുണ്ട്. പക്ഷേ PSC മുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അതിൽ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നതൊക്കെ 1907 ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം വേറൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവങ്ങളെ എല്ലാം എഴുതിയിരിക്കുന്നത് ചരിത്രകാരന്മാർ ശരിക്കും പറഞ്ഞാൽ 3-4 പുസ്തകങ്ങളിൽ ഒഴിച്ച് ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ രേഖകൾ വളരെ വളരെ കുറവാണ്. ആദ്യമായിട്ടൊരു രേഖ അയ്യങ്കാളിയെ പറ്റി വരുന്നത് തന്നെ അയ്യങ്കാളിയുടെ പെങ്ങളുടെ ഏകദേശം ഒരു ബന്ധു അല്ലെങ്കിൽ വെങ്ങാനൂർ സുരേന്ദ്രൻ എന്ന് പറയുന്ന അയ്യങ്കാളിയുടെ മകൻ, അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ മകനല്ല, അയ്യങ്കാളിയുടെ പെങ്ങളുടെ മകളുടെ മകൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടുത്തൊരു ബന്ധു എഴുതിയ ഒരു കൃതിയിൽ നിന്നാണ് ആദ്യമായി, അല്ലെങ്കിൽ അന്ന് SNDP വന്നൊരു സുവനീറിലാണ് ശരിക്കും പറഞ്ഞാൽ അയ്യങ്കാളിയുടെ പേര് ആദ്യമായി വരുന്നത് തന്നെ. അതിനുശേഷമാണ് അതിനെയും പറ്റിയും പിന്നീട് വന്നിട്ടുള്ള 3-4 പുസ്തകങ്ങൾ, അഭിമന്യുവിൻ്റെയൊക്കെ പുസ്തകങ്ങളിലാണ് അയ്യങ്കാളിയെ പറ്റി കൂടുതൽ വിശദ വിവരങ്ങൾ ഉള്ളതെങ്കിലും ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഡേറ്റ് ചിലതിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ 1907 പഠിച്ചാൽ മതി. അടുത്തത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ SNDPയുടെ കാര്യം പറഞ്ഞതുപോലെ വെറും ആ ഒരു സാമുദായിക സംഘടനയായി ഇതിനെ ഒരിക്കലും കണക്കാക്കരുത്. കാരണം അയ്യങ്കാളി ഒരിക്കലും നിലനിന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാമുദായികമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. അന്ന് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തിരുവിതാംകൂറിൽ നിന്ന് ശരിക്കുമുള്ള കടുത്ത ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക്, കടുത്ത ജാതിയുടെ ആ വേലിക്കെട്ടിൽ നിന്നും ജനസമൂഹത്തെ മോചിപ്പിക്കുക എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അയ്യങ്കാളി അന്ന് ഈ സാധുജന പരിപാലന സംഘം എന്നുള്ള ഈ സംഘടന രൂപീകരിക്കുന്നതും അങ്ങനെ തിരുവിതാംകൂറിൽ നടന്നു വരുന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെ കൃത്യമായി ഒന്ന് ഏകോപിപ്പിച്ച് കൃത്യമായൊരു പാറ്റേൺ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അവബോധത്തോടും കൂടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കൂടെയുള്ള
ഒരു ഉൾക്കാഴ്ച കൊണ്ടാണ് സാധുജന പരിപാലന സംഘം 1907 നമ്മുടെ അയ്യങ്കാളി രൂപീകരിക്കുന്നത്. അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ്. പിന്നീട് 1938 ഇതിനെ പുലയ മഹാസഭയായി മാറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അയ്യങ്കാളി ഇതിനെ തുടങ്ങിയത് ഒരു സാമുദായിക സംഘടനയായി അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവസാനം 1938 1941 അയ്യങ്കാളി മരണപ്പെടുകയാണ്. അതിന് 3 വർഷം മുമ്പ് ഇത് പുലയ മഹാസഭയായി മാറുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ SNDPയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ കല്ലുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന 2 സഭകൾ അല്ലെങ്കിൽ 2 വലിയ ഒരു പ്രസ്ഥാനങ്ങളാണ് SNDPയും സാധുജന പരിപാലന സംഘവും. ഇതിൽ SNDPയും ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഒരു സാമുദായികമായിട്ടുള്ള ഒരു സംഘടനയായി മാറുകയും അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം എന്നിട്ടുള്ള ഈ ഒരു സംഘടനയും പിന്നീട് പുലയ മഹാസഭ എന്ന പേര് 1938 മാറുകയും ചെയ്തു. അന്ന് സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിക്കുകയും പിന്നീട് 1913 സാധുജന പരിപാലനി എന്നായിരുന്നു അതിൻ്റെ മുഖപത്രത്തിൻ്റെ പേര്. അന്ന് അതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് ചെമ്പത്തറ കാളി ജ്യോതി കറുപ്പൻ. അന്നത്തെ സാധുജന പരിപാലിനി എന്നുള്ള ഈ മുഖപത്രത്തിൻ്റെ എഡിറ്റർ ചെമ്പത്തറ കാളി ജ്യോതി കറുപ്പനായിരുന്നു. അന്ന് അത് ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച് അല്ലെങ്കിൽ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അയ്യങ്കാളി എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആ ഒരു വലിയൊരു ജനവിഭാഗത്തെ വിദ്യാലയത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുമായിട്ട് നമ്മൾ സംസാരിച്ചൊരു വലിയൊരു കാര്യമാണ് കേരളത്തിലെ ആ ഒരു കാർഷിക പ്രക്ഷോഭത്തിൻ്റെ കാര്യം. അങ്ങനെ ആ കാർഷിക പ്രക്ഷോഭത്തിൻ്റെ അനന്തരഫലമായിട്ട് ശരിക്കും പറഞ്ഞാൽ 1908 ആ ഒരു വിദ്യാലയത്തിലേക്ക് അധസ്ഥിത വർഗരെ വരെ നമുക്ക് അധസ്ഥിത വർഗരെ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങൾക്കും ഈക്വലായിട്ട് അങ്ങനെ ജാതിയുടെ പേരിൽ വിദ്യാലയത്തിലേക്ക് പ്രവേശനം നിഷേധിക്കാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു ഉത്തരവ് 1908 മഹാരാജാവിൻ്റെ കയ്യിൽ നിന്നും ഉത്തരവിറങ്ങി എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എന്നിരുന്നാലും സവർണ മേധാവികൾ അല്ലെങ്കിൽ സവർണരായിട്ടുള്ള അന്നത്തെ ജാതി പ്രമാണികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോയിട്ട് അതിനെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാൻ പോലുള്ള ശക്തി ശരിക്കും പറഞ്ഞാൽ അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയ്യങ്കാളി അതിനുശേഷം 1911 നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുകയും പിന്നീട് 28 കൊല്ലം വരെയൊക്കെ ജീവിച്ചിരുന്നതും അതിനുശേഷം തന്നെ 1911 ശ്രീമൂലം പ്രജാസഭയുടെ അംഗമായി മാറുന്ന അയ്യങ്കാളി 1912 തിരുവനന്തപുരം പാളയത്ത് VJT ഹാളിൽ വെച്ച് തൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുകയും ചെയ്യുന്നുണ്ട്. 1912 ഫെബ്രുവരി 27 1911 ഡിസംബർ 5 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം 1912 ഫെബ്രുവരി 27 അതായത് അന്നത്തെ VJT ഹാൾ പാളയത്തുള്ള VJT ഹാളിൽ വെച്ച് തൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാൾ എന്ന ആ VJT ഹാളിന് പേര് മാറ്റിയത്. ഇപ്പോൾ ആ ഹാളിൻ്റെ പേര് അയ്യങ്കാളി ഹാൾ എന്നാണ്. 1915 ഊരുട്ടമ്പലത്തെ ഒരു സ്കൂളിലേക്ക് പഞ്ചമി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൈപിടിച്ചുകൊണ്ട് അന്ന് നമ്മുടെ അയ്യങ്കാളി ആ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. സ്വാഭാവികമായിട്ടും അന്നത്തെ അവിടുത്തെ നായർ തമ്പ്രാക്കന്മാർ നമ്മുടെ അയ്യങ്കാളിയെ ഓട്ടിച്ചു വിടുകയും പിന്നീട് ആ സ്കൂളിൽ നിന്നും തള്ളി മാറ്റുകയാണ്. അവർ സ്കൂളിൽ നിന്നും ഓട്ടിച്ചു വിടുകയാണ് അയ്യങ്കാളിയെ. പിന്നീട് അന്ന് രാത്രി ആ സ്കൂളിന് ആരോ തീ വയ്ക്കുകയും അത് പിന്നീട് നിരന്തരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കലാപത്തിനും അതിനുശേഷം വലിയൊരു പ്രക്ഷോഭമായി വലിയൊരു പ്രക്ഷോഭമായി മാറുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രകാരന്മാർ വിളിക്കുന്നത് ഊരുട്ടമ്പലം ലഹള എന്നും അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള, ഊരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്നാണ്. പിറ്റേ ദിവസത്തെ മനോരമ പത്രത്തിൽ അന്ന് വന്ന ഈ ലഹളയുടെ പേര് പുലയ ലഹള എന്നായിരുന്നു. അങ്ങനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ അന്ന് നമ്മുടെ അയ്യങ്കാളി കൊണ്ടുവന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിനെ വെറും ലഹള എന്ന് പറയുന്ന വാക്കിൽ ഒതുക്കിക്കളഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചരിത്രകാരന്മാരും മാധ്യമങ്ങളും കാണിച്ചിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ലഹള എന്നത് ശരിക്കും പറഞ്ഞാൽ ലഹള എന്ന് പറയുന്നത് ഒരു പ്രക്ഷോഭത്തിനെ ആയിരിക്കില്ല സൂചിപ്പിക്കുന്നത്.
സമരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രക്ഷോഭത്തിന് ശരിക്കും പറഞ്ഞാൽ അതിലൊരു നേതാവ് കാണും. എന്നാൽ ലഹള എന്നത് ശരിക്കും പറഞ്ഞാൽ തീർത്തും വന്യമായിട്ടുള്ള ഒരു മോബ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ മോബ് ആക്രമണം ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ലഹള. അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു നേതാവോ കൃത്യമായിട്ടുള്ള ഒരു ആശയത്തിനു വേണ്ടി ആയിരിക്കില്ല ആ ഒരു ലഹള എന്ന് പറയുന്ന സംഭവം നടക്കുക. അതുകൊണ്ട് ഇതിനെ ഊരിട്ടമ്പല ലഹള എന്ന് ചരിത്രകാരന്മാർ വിളിക്കുമെങ്കിലും ശരിക്കും അതൊരു ലഹളയായി കണക്കാക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും കൃത്യമായിട്ടുള്ള ആശയവും കൃത്യമായിട്ടുള്ള ലക്ഷ്യവും അന്നുണ്ടായിരുന്നു. പഞ്ചമി എന്ന് പറയുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ പഞ്ചമി എന്നുള്ള വിദ്യാർത്ഥിനിയെ അന്ന് ആ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കാത്തതിനാലാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഒരു അക്രമ സംഭവങ്ങളും ശരിക്കും പറഞ്ഞാൽ അന്ന് ആ പ്രക്ഷോഭം ഉണ്ടായതെങ്കിലും അതിനെ വെറും ഒരു ലഹള എന്ന് പറയുന്ന വാക്കിൽ ഒതുക്കി തീർക്കാൻ പറ്റാത്തതാണ്. അയ്യങ്കാളി എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ഒരു നേതൃത്വം നൽകിയത്. അതിനുശേഷം തന്നെയാണ് അന്ന് 1908 ഉത്തരവിറങ്ങിയതെങ്കിലും പിന്നീട് അധസ്ഥിത വർഗർക്ക് അല്ലെങ്കിൽ ജനവിഭാഗം അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന് പിന്നീട് സ്കൂളിലേക്ക് പ്രവേശനം അല്ലെങ്കിൽ വിദ്യാലയത്തിലേക്ക് വിദ്യ അഭ്യസിക്കാനുള്ള, മറ്റുള്ളവർ പഠിക്കുന്ന എന്താണോ അത് തന്നെ അഭ്യസിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തതായി നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് കല്ലുമാല ബഹിഷ്കരണ സമരം. ഇതിനെ പെരിനാട് ലഹള എന്നും പറയുന്നുണ്ട്. ലഹളയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പെരിനാട് ലഹള കൊല്ലം ജില്ലയിലെ പെരിനാടിലാണ് ഇത് നടന്നത്. അതുകൊണ്ടാണ് ഇതിനെ പെരിനാട് ലഹള എന്നും പറയുന്നത്. 1915 ഡിസംബർ 19-ാം തീയതിയാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി അന്നത്തെ ശരിക്കും പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട, നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ കേരള സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം തന്നെ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജ്യം ഭരിക്കുന്ന ഈ ഒരു തിരുവിതാംകൂറിലെ വലിയൊരു ജനവിഭാഗം തന്നെ ഇതിൻ്റെ ഇരകളാണ് എന്നുള്ളതാണ് മറ്റൊരു വലിയ സത്യം. അതായത് ഇതൊരു മൈനോറിറ്റി അല്ല എന്നുള്ളതാണ് ഇതിലെ വലിയൊരു കാര്യം. അധസ്ഥിതവർഗർ എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി അല്ല. ഈ സവർണർ എന്ന് പറയുന്ന ഒരു ചാതുർവർണ്ണയത്തിൽ ഒരു ബ്രാഹ്മണ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിൻ്റെ ഇരകളാണ് എന്നുള്ളതാണ് വലിയൊരു സത്യം. അന്നത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നത് പത്മനാഭൻ്റെ കീഴിൽ ബ്രാഹ്മണരെ സേവിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ ബ്രാഹ്മണരെ സേവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ കർത്തവ്യമെന്നും ബാക്കിയുള്ള പ്രജകളെ ശരിക്കും പറഞ്ഞാൽ അവർ പ്രജകളായി ഒന്നും കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ളൊരു സത്യമാണെന്നതും നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്തതും ചരിത്ര പുസ്തകങ്ങളിൽ വലുതായി കാണാത്തതും നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതുമായിട്ടുള്ളൊരു സത്യമാണ്. അതെല്ലാം അവിടെ നിൽക്കത്തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ മെജോറിറ്റി ജനവിഭാഗത്തിനും ശരിക്കും പറഞ്ഞാൽ അന്ന് വസ്ത്ര സ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യം അന്ന് ഹനിക്കപ്പെട്ടിരുന്നു. കാരണം അതിനകത്ത് ഇവർക്ക് മേൽമുണ്ട് മറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആണായാലും പെണ്ണായാലും മേൽമുണ്ട് മറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അധസ്ഥിത വർഗ്ഗർക്ക് അല്ലെങ്കിൽ അടിമജാതി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് മേൽമുണ്ട് കൊണ്ട് മേൽ ശരീരം മറയ്ക്കുവാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം അവർക്കില്ലായിരുന്നു. അതിനു പകരം അവർ കല്ലുകൊണ്ടുണ്ടാക്കിയ കമ്മലും കല്ലുകൊണ്ടുണ്ടാക്കിയ മാലയും ധരിക്കണമായിരുന്നു. ഈ ഒരു കല്ലുമാല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജാതിയുടെ ഒരു അടയാളമായിട്ടാണ് അല്ലെങ്കിൽ ഒരു അടിമജാതി എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടായിരുന്നു ശരിക്കും ബാക്കിയുള്ളവർ എല്ലാവരും കണക്കാക്കിയിരുന്നത്. അതൊരു അലങ്കാരമല്ല, അതൊരു അടയാളമായിരുന്നു. ജാതി തീവ്രമായിട്ടുള്ള ഒരു ജാതി ആചാരത്തിൻ്റെയും ജാതിയുടെ കൃത്യമായിട്ടുള്ള ഒരു അടയാളമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കല്ലുമാല സൂചിപ്പിച്ചിരുന്നത്. പെരിനാട് ലഹള നടക്കുന്നത് തന്നെ ആ ഒരു കല്ലുമാല ബഹിഷ്കരിക്കണമെന്നും ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് അവരുടെ കത്തി കൊണ്ട് ആ ഒരു കല്ലുമാല ബഹിഷ്കരിച്ച് കല്ലുമാല വെട്ടി ആ ഒരു സ്റ്റേജിലേക്ക് എറിഞ്ഞ് അന്ന് കല്ലുമാല ബഹിഷ്കരിക്കുകയും മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശം അവർ നേടിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ കേരള സമൂഹത്തിൻ്റെ പല സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് പോലെ കേരളത്തിൽ 100% സാക്ഷരത എന്ന് പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് വച്ചതല്ല. അന്ന് ഈ അയ്യങ്കാളി ശരിക്കും പറഞ്ഞാൽ വില്ലുവണ്ടി യാത്ര നടത്തിയതും അന്ന് പിന്നാലെ ആൾക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി മറ്റൊന്നായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ 1915 പഞ്ചമിയും കൊണ്ട് ഊരുട്ടമ്പലം സ്കൂളിൽ പഞ്ചമിയും കൊണ്ട് വിദ്യാർത്ഥിയെ പഠിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം കൊണ്ട് അതന്ന് സാധ്യമല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ നമ്മൾ അവകാശപ്പെടുന്ന ആ ഒരു 100% സാക്ഷരത എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും അംഗീകരിക്കാൻ മറ്റൊരു സംസ്ഥാനത്തിനും എത്തിപ്പെടാൻ പറ്റാത്ത ആ ഒരു 100% സാക്ഷരത എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പഠനം ആവശ്യമാണ് അല്ലെങ്കിൽ പഠനം പറ്റും, അതിനൊരു അവകാശമായി കൊടുക്കാൻ പറ്റിയത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷമാണ് എന്നുള്ളതാണ് വലിയൊരു സത്യം. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷവും ഇപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ആ ഒരു 100% സാക്ഷരത എന്ന് പറയുന്ന ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല, എന്തുകൊണ്ട് അത് പിന്നെ സാക്ഷരത ലഭിക്കാത്തവർ എന്തുകൊണ്ടാണ് അത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ മാത്രമായി പോകുന്നു അല്ലെങ്കിൽ ഒതുങ്ങി പോകുന്നു എന്നുള്ളത്, ജാതി എന്ന് പറയുന്ന ഒരു സത്യം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഒരിടത്തുനിന്നും മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു വാസ്തവം. നമ്മൾ നേരത്തെ പറഞ്ഞു വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭമായിരുന്നു. അതുപോലെ തന്നെ ഊരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലത്ത് അന്നത്തെ പ്രക്ഷോഭം 1915 നടന്ന പ്രക്ഷോഭം എന്തിനായിരുന്നു? അത് വിദ്യാലയ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു. അതുപോലെ തന്നെ 3 കല്ലുമാല ബഹിഷ്കരണ സമരം. ഈ കല്ലുമാല ബഹിഷ്കരണ സമരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു പ്രക്ഷോഭം കൂടിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം കൂടെ അത് കഴിഞ്ഞിട്ടിപ്പം ഇനി ഗാന്ധിജിയെ കണ്ട കാര്യം, അതായത് 1912 ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനെ നമ്മുടെ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ബാലരാമപുരത്ത് വെച്ച് കാണുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ അന്ന് 1912 ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ വിദ്യാലയങ്ങളിൽ കുട്ടികൾ കയറിയിട്ട് പോലുമില്ല. അത്രയ്ക്ക് പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് 1937 ഗാന്ധിജിയെ കണ്ടപ്പോൾ എന്തോ മാറ്റം അന്ന് കേരള സമൂഹത്തിൽ സംഭവിച്ചു എന്നുള്ളത് നമ്മളന്ന് ചരിത്ര പുസ്തകങ്ങളിലൂടെ അറിയേണ്ട കാര്യമാണ്. അന്ന് ഗാന്ധിയെ കണ്ടപ്പോൾ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞത്, എനിക്ക് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു 10 BA-ക്കാരെ കണ്ടാൽ മതി, 10 BA-ക്കാരെ കണ്ട് മരിച്ചാൽ, അങ്ങനെ അതിനുശേഷം എനിക്ക് മരിച്ചാൽ മതി എന്നാണ് നമ്മുടെ മഹാത്മാ അയ്യങ്കാളി അന്ന് ഗാന്ധിയോട് പറയുന്നത്. അതിനുശേഷമാണ് ഗാന്ധി നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയെ പുലയ രാജ അല്ലെങ്കിൽ പുലയരുടെ രാജാവെന്ന് ശരിക്കും പറഞ്ഞാൽ അതിൽ പറയുന്നതിൽ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഗാന്ധി അന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പുലയന്മാരുടെ രാജാവ് അല്ലെങ്കിൽ പുലയ രാജ എന്നാണ്. അത് കഴിഞ്ഞ് 1941 ജൂൺ 18 1941 ജൂൺ 18 നമ്മുടെ മഹാത്മാ അയ്യങ്കാളി മരണമടയുന്നത്. അന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ ശവകുടീരത്തിൻ്റെ പേര്, സ്മാരകത്തിൻ്റെ പേര് ചിത്രകൂടം എന്നാണ്. അതിനെല്ലാം ശേഷം 1918 തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്തുള്ള ജംഗ്ഷനിലാണ് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. വെള്ളയമ്പലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരിടമാണ്. അവിടെയാണ് അയ്യങ്കാളിയുടെ പ്രതിമ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് രൂപകൽപ്പന ചെയ്തത് ഇസ്രാ ഡേവിഡ് എന്ന് പറയുന്ന ശില്പിയാണ്. അന്ന് അനാച്ഛാദനം ചെയ്തത് പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ ഇന്ദിരാഗാന്ധിയാണ് അന്ന് ആ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. അന്ന് ഇന്ദിരാഗാന്ധി ശരിക്കും പറഞ്ഞാൽ അയ്യങ്കാളിയെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധി അന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള EK നായനാർ അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് മഹാത്മാ അയ്യങ്കാളിയെ അന്ന് EK നായനാർ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആളിക്കത്തിയ തീപ്പൊരി എന്നും നിരക്ഷരനായിട്ടുള്ള പോരാളി എന്നും, അതായത് നമ്മുടെ ഈ കേരള നവോത്ഥാന നായകരിൽ നിരക്ഷരനായിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അങ്ങനെ നിരക്ഷരനായിട്ടുള്ള പോരാളി എന്നും ആളിക്കത്തിയ തീപ്പൊരി എന്നും എല്ലാം അറിയപ്പെടുന്ന പേരിൻ്റെ മുന്നേ മഹാത്മാ എന്ന് ഉള്ള ഏക നവോത്ഥാന നായകനാണ് നമ്മുടെ അയ്യങ്കാളി.